ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയും ദർശനങ്ങളിലൂടെ ഇടപെടുകയും ചെയ്താൽ നന്നായിരുന്നു എന്നു നാം ആഗ്രഹിച്ചേക്കാം. ദർശനങ്ങൾ ഉണ്ടാകുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും ആത്മീയമായി ഉയരുന്നതിന് തെളിവായി നാം കാണുന്നു. പക്ഷേ നമുക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകുന്നില്ല. കാണുന്ന സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. ഇതിനു കാരണം നമ്മുടെ കുറവാണ്. ഗൂഢാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വപ്നങ്ങൾ കണ്ട പലരെ പറ്റിയും വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകനും ഫറവോ രാജാവും ജോസഫിനോടൊപ്പം ജയിലിൽ കിടന്ന രാജധാനിയിലെ സേവകരും നെബൂഖദ്നേസർ രാജാവും ആന്തരികാർത്ഥങ്ങളുള്ള ദർശനങ്ങൾ കണ്ടു. എന്നാൽ ഗൂഢാർത്ഥങ്ങളുള്ള സ്വപ്നങ്ങൾ കാണുന്നവരെല്ലാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണെന്നർത്ഥമില്ല. ഫറവോ രാജാവും നെബൂഖദ്നേസറും ജോസഫിനോടൊപ്പം ജയിലിൽ കിടന്നവരും ആത്മീയമായി ഉന്നതരായിരുന്നില്ല. അതിനാൽ ദർശനങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല. നിരന്തരമായ ദൈവസാന്നിധ്യ ബോധമാണ് മോശയെ ശക്തനാക്കി നടത്തിയത്. 40 വർഷക്കാലം 6 ലക്ഷത്തിൽ പരം ആളുകളെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും അവരുടെ അനിഷേധ്യ നേതാവായി പ്രവർത്തിക്കുവാനും ദൈവസാന്നിധ്യ ബോധം മോശയെ പ്രാപ്തനാക്കി. ഇടവിട്ടുണ്ടാകുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കാൾ പ്രധാനം നിരന്തരമായുള്ള ദൈവസാന്നിധ്യ ബോധമാണ്. ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്നതല്ല, ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നതാണ് ആവശ്യം. എഫേസ്യർ 4:1 നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.